Assalamualaikum. Welcome to my channel BABYS kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് വരട്ടാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 3 ഇഞ്ചി, 4 പച്ചമുളക് ചെറുതാക്കി കഷ്ണമാക്കിയത്, വെളുത്തുള്ളി 2 എണ്ണം മുഴുവനായിട്ടും, ചെറിയ ഉള്ളി ഒരു ബൗൾ നിറയെ, ഏകദേശം ചെറിയ ഉള്ളി ഒരു 20 എണ്ണം ഉണ്ടാവും. പിന്നെ കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് കൈവച്ച് ഒരു 3 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം. ആദ്യം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയും അതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഒന്ന് നന്നാക്കി ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പാണ് ചേർക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി അധികം ആവരുത്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഏലക്കായ, 4 കറാമ്പൂവ്, 2 പട്ട. ഇനി ഇതെല്ലാം ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ ബീഫിൽ മസാലയൊക്കെ നന്നായി പിടിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങൾ അധികം ഒഴിക്കരുത്, അതിൽ തന്നെ ആവിയിൽ വെള്ളം ഉണ്ടായി വരും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബീഫ് വരട്ടിയെടുത്തത് പോലെ ആവില്ല, അത് ശ്രദ്ധിക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 വിസിൽ അടുപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും ഇടാം. എന്നിട്ട് ഈ വറവ് നമുക്ക് ബീഫിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്കിത് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.